ഹലോ എവ്രിവൺ, ഇത് നമ്മൾ പാർട്ട് 2 വീഡിയോ ആണ്. കാട്ടിൽ അമ്പലം കാണാൻ പോയതിൻ്റെ അതിൽ നമ്മൾ കണ്ടത് നമ്മൾ വന്നതും ഭക്ഷണം കഴിച്ചതും പിന്നെ നമ്മൾ പർച്ചേസിന് ഇറങ്ങി കുറച്ച് കടകളൊക്കെ കണ്ടു. ഈ പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ് നമ്മൾ കൂടുതൽ കണ്ടത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ്, ബാഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ കരിമ്പിൻ ജ്യൂസ് ഉണ്ടായിരുന്നു, അതുപോലെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, പിന്നെ ഇതുപോലത്തെ ബാഗുകൾ, ചെവിയിൽ വെക്കുന്ന സാധനങ്ങൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ടോയ്സിൻ്റെ കട ഇപ്രാവശ്യം കുറേ അധികം ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ശിവരാത്രിക്ക് വന്നപ്പോൾ അധികം ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് കുറേ ഉണ്ടായിരുന്നു, പക്ഷേ നത്തിങ് ന്യൂ, ഭയങ്കര വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ളതൊക്കെ നല്ല സാധനങ്ങളൊക്കെ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങിച്ചു. ഐസ്ക്രീം അല്ല ഗൈസ്, കുൽഫി വാങ്ങിച്ചു. പിന്നെ ഇതുപോലെ ആലു ഗോബി അതൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഈ ചേട്ടൻ്റെ കടയിൽ നല്ല വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഈ കുറച്ച് പിൻട്രസ്റ്റി വൈബുള്ള സാധനങ്ങൾ, കൊറിയൻ സാധനങ്ങൾ, അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ 2-3 സാധനങ്ങളൊക്കെ മേടിച്ചു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ബോൾ, ജിറാഫ്, ആനക്കുതിര, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് ചെമ്പ് വളകൾ, ചെമ്പ് മോതിരം, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു. കാണാൻ രസമുണ്ട്, പക്ഷേ അത് കറക്റ്റ് അത് തന്നെയാണോ എന്നൊന്നും അറിയില്ല. പിന്നെ ഇതുപോലെ ഷോളുകൾ, പിന്നെ ഞങ്ങളവിടെ നിന്ന് ചർച്ചയായിരുന്നു ഈ ഷോളൊക്കെ എന്തിനാണോ അങ്ങനെ ചുരുട്ടി വെക്കുന്നത്. സ്കാർഫൊക്കെ നല്ല ഭംഗിയുള്ളുണ്ടായിരുന്നു കേട്ടോ. ഇത് മറ്റേ കവറ്, നമ്മൾ കല്യാണത്തിന് കാശൊക്കെ ഇട്ട് കൊടുക്കൂലേ, അതുപോലത്തത്. അവർ ഇവിടെ കുറേ ഇത് ഉപയോഗിക്കും. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കണ പോലെ അവർ ഇതിൽ പൈസ ഒക്കെ ഇട്ടിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇത് അവർക്ക് ഭയങ്കര ഉപയോഗമുള്ളൊരു സാധനമാണ്. പിന്നെ അമ്പലത്തിന് നേരെ മുന്നിലാണ് കുറേ ആൻറ്റിമാർ, കൂടുതൽ ആൻറ്റിമാരാണ്. ഇതുപോലെ മാലയൊക്കെ കെട്ടിയിട്ട് പിന്നെ അഗർബത്തിയും തേങ്ങയും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തട്ടാക്കിയിട്ട് അവർ കൊടുക്കും. പിന്നെ ഒറ്റയ്ക്കാണെങ്കിലും തരും. ഇതാണ് അവർ അമ്പലത്തിൽ കൊണ്ട് വെക്കുന്നത്. ഭണ്ഡാരത്തിൽ അങ്ങനെ ഇടുക എന്നുള്ളത് അവർക്ക് അത്ര ശീലമില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രംഗോലി ഇടുന്നത്, അതിൻ്റെ മുകളിൽ കൂടെ വെറുതെ പൊടിയിട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. പിന്നെയും കുറേ കടകൾ തന്നെ. ഈ ടോയ്സിൻ്റെ കടകളാണ് ഏറ്റവും കൂടുതൽ. ഈ കടയിൽ കൂടുതൽ ഈ പാമ്പും കോണി, ലൂഡോ, പി അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. പിന്നെ ഈ സെക്ഷൻ ഫുള്ള് വെറൈറ്റി കാറുകളായിരുന്നു. ഈ ഓർണമെൻറ്റ്സ് കുറച്ചും കൂടി നല്ലതായിരുന്നു കേട്ടോ. ഈ നമ്മുടെ റോസ് ഗോൾഡിൻ്റെ അങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടകളുണ്ട്. സോക്സുകൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കാണാനൊക്കെ നല്ല രസമുള്ള കുഞ്ഞ് സോക്സൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ അവിടെ ഉള്ള ഒരു ആൻറ്റിയാണ് കേട്ടോ. അവിടെ പോയി അന്നത്തെ ദിവസത്തിന് വേണ്ടി മാത്രം നാരങ്ങ വെള്ളമുള്ള കട ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും കുടിച്ചു അവരുടെ കയ്യിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളം. ഇവർ കുറേ പണിയെടുക്കും കേട്ടോ. ഭയങ്കര സെറ്റപ്പ് ആളാണ്, നല്ല രസമാണ്. ഭയങ്കര മിടുക്കിയായിട്ടുള്ള ഒരു ആൻറ്റിയാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.